ചെറിയ പൈസ നിങ്ങൾ ഒരു 800 നോക്കുന്നുണ്ടോ? വെറും 99 മോഡൽ 33,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളി ഒരു ബെർത്ത്. പൈസ ഞാൻ പറയുള്ളൂ, ചെറിയൊരു നെഗോസിബിൾ, വലിയ നെഗോസിബിൾ പ്രതീക്ഷിക്കരുത്. അതിനാണ് അത്ര അടുപ്പിച്ചാ ഞാൻ വില പറയുന്നത്. 2027 വരെ പേപ്പറുള്ള സ്വിഫ്റ്റിംഗ് തരാൻ പോകുന്നത് വെറും 1,55,000 രൂപയ്ക്ക്. നിങ്ങൾ ഒരു ഒമനി അന്വേഷിച്ച് എടുക്കുന്നുണ്ടോ? 2012 2013 രജിസ്ട്രേഷൻ MPFI ആണ് വരുന്നത്. 8 സീറ്റർ 1,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അതുപോലെ തന്നെ 2019 ടാറ്റ നെക്സോൺ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 6.5 ലക്ഷം രൂപയ്ക്ക്. ഇത് മാത്രമല്ല, ഒരുപാട് മോഡൽസ് ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് മാസമായില്ല കണ്ടിട്ട്, 2-3 മാസമായി. എന്നാലും വേണ്ടിയില്ല, നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓഫർ ഉണ്ടോ? നമ്മളെ ബഡ്ജറ്റ് അല്ലേ ഫുള്ള്, അതായത് നിങ്ങളെ പറമ്പ് നിങ്ങളെ സ്റ്റാഫ് ഒന്നുമില്ല, എന്തായാലും മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടികൾ 99% നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഒരു ബഡ്ജറ്റ് ലെവലിൽ നോക്കുന്ന ആളാണെങ്കിൽ ഇയോൺ വരുന്നുണ്ട്, 800 വരുന്നുണ്ട്, സ്വിഫ്റ്റ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇനോവ നോക്കുന്ന ആൾക്കാണെങ്കിൽ ഇനോവ ഉണ്ട്. അതുപോലെ തന്നെ 2019 ടാറ്റ നെക്സോൺ അല്ലേ, 6 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്കോഡന്റെ റാപ്പിഡ് വരുന്നുണ്ട്. കംപ്ലൈന്റ് കൊണ്ടല്ല കേട്ടോ, ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര വില ഫ്ലഡ് ആണോ അതിനൊക്കെ ഗ്യാരണ്ടി. അപ്പൊ വില കുറവ് ഫ്ലഡ് കാര്യങ്ങളൊന്നും അല്ല, ഇഷ്ടം കാര്യങ്ങളൊക്കെ പക്കാണ്. വണ്ടികൾക്കൊക്കെ ഫ്ലഡിനും ടോട്ടൽ ലോസിനും നമ്മൾ പറയാത്തുണ്ടെങ്കിൽ അതിന് ഗ്യാരണ്ടി റിട്ടേൺ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇനോവ വരുന്നുണ്ട്. ഇനോവ 1 അല്ല 2 മോഡൽ വരുന്നുണ്ട്. ഈ ഇനോവ ഏതാ മോഡൽ വരുന്നത്? 2012 മോഡൽ. 2012 ഇനോവ നമുക്ക് എത്ര കൊടുക്കാം? 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ KU അണ്ടർ ഏകദേശം 24-25 മൈലേജ് കിട്ടുന്ന KU അണ്ടർ 2019 മോഡൽ 360 കൊടുക്കുക. സ്കോഡ റാപ്പിഡ് വരുന്നുണ്ട് 2.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 2.5 ലക്ഷം രൂപയ്ക്ക് റാപ്പിഡ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് മോഡൽ ഉണ്ട്. യൂസുഫ, ഒരുപാട് ഇങ്ങനെ വർണ്ണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, നിങ്ങളെ പറ്റി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 3-4 മാസത്തിന്റെ ഇടയിലാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ അറിയാം. നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കുഴിമണ്ണ കീശ്ശേരിയാണ്. അതായത് മലപ്പുറം കീശ്ശേരി കുഴിമണ്ണ റൂട്ടിൽ, മൊറയൂർ റോട്ടില്, ഒയ്യൂർ എന്നൊക്കെ പറയും, ഗണപതി സ്കൂളിന്റെ അടുത്ത്. കാരണം ഏതൊരു വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞ മാതിരി തന്നെ ഞാനും യൂസുഫ് ഒക്കെ പറയണ കേട്ടിട്ട് ഇതാക്കണ്ട. വേറൊരാൾ ഉപയോഗിച്ച വണ്ടി ഞങ്ങളും അങ്ങനെ വേറൊരാൾ ഉപയോഗിച്ച വണ്ടിയാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ നിങ്ങളത് പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടുപോയി വർക്ക്ഷോപ്പിലൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂസുഫ, നമുക്ക് ഫസ്റ്റ് തന്നെ ടാറ്റന്റെ നെക്സോൺ തുടങ്ങാം. നെക്സോൺ വില ഭാഗമാണോ? നല്ല ഭാഗമാണ്. ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ. 2019 ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആണ് വരുന്നത്. ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്റർ ഞാൻ എടുത്തിട്ടില്ല, ഒരു 1.7 ഇതിലുള്ളത്. 90% ക്ലിയർ ആയി, സിംഗിൾ ഓണർ ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എക്സെറ്റ് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം നല്ല ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. ടയറൊക്കെ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത് പാകാണ്. പ്രൈസ് നമുക്ക് നല്ല കറക്റ്റ് കൊടുക്കാം, 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് 2019 ടാറ്റ നെക്സോൺ ഡീസൽ 6 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? എത്ര വില വരും? ഒരു 6 രൂപ 6.25 വരെ ഗ്യാരണ്ടിയാണ്, ആൾക്കാരെ സ്റ്റാറ്റസ് അനുസരിച്ച്. ഒരു 40,000 രൂപ വണ്ടി ഇവിടുന്ന് സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന മാരുതിന്റെ എക്സ്ക്രോസ് ആണ് വരുന്നത്. എക്സ്ക്രോസ് ഏതാ മോഡൽ വരുന്നത്? എക്സ്ക്രോസ് 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ. 15-16 രജിസ്ട്രേഷൻ അല്ലേ? അതെ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഇത് പറഞ്ഞ പോലെ ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടില്ല, മിഞ്ഞാന്ന് എടുത്ത വണ്ടിയാണ്. ഇത് രണ്ടും പുതിയ വന്ന വണ്ടിയാണ്. പുതിയ വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? 90% ഒക്കെ പുതിയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 1.7. ഡീസൽ. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇതും നല്ല ഭാഗമുണ്ട്. ഓക്കെ. നമുക്ക് അർജന്റ് സെയിലാണ്. ഓക്കെ. പെട്ടെന്ന് സെയിൽ ചെയ്യണം. ചെറിയൊരു ലാഭം എടുത്തിട്ട് വേഗം കൊടുക്കല്ലേ? 5,30,000 രൂപ കൊടുക്കാം. 5.30. 2015 2016 എക്സ്ക്രോസ് സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്, 1,00,000 കിലോമീറ്റർ. എത്ര വില കയറും? 5 കയറാറില്ല. ഇനി നെക്സ്റ്റ് നോക്കാൻ വന്നത് സ്കോഡന്റെ റാപ്പിഡ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2012 മോഡലാണ്. 2012 സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ വരുന്നുണ്ട്? കിലോമീറ്റർ 99,000 കിലോമീറ്റർ. വെറും 99,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടോ? എടുത്തിട്ടില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? മിഡിൽ ഓപ്ഷൻ. അതായത് നമ്മളെ ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസും പാകണ്ടേ, നമുക്കൊരു 2012 ആണ്. 2.5 ലക്ഷം രൂപ കൊടുക്കാം. എത്ര ലോൺ വരും?
2 എന്തായാലും guarantee 2 രൂപ. ഒരു 50,000 രൂപ വണ്ടി ഇവിടെ നടക്കല്ലേ? ഞാൻ ഇപ്പൊ വലിയ വണ്ടിയിലേക്ക് പോകണ മുന്നേ നമ്മൾ ഒറ്റയടിക്ക് ഒരു ചെറിയ വണ്ടിയിലേക്ക് പോവാം, ഒരു 800ലേക്ക് പോവാം. 800 ഏതാ മോഡൽ വരുന്നത്? 800 പറ്റ ചെറിയ വണ്ടി എല്ലാം തിരക്കാതെ. ഏതാ മോഡൽ? 2012 വണ്ടി. 2012. ഞാൻ വിചാരിച്ചു ഒരു ബഡ്ജറ്റ് ലെവലിലേക്ക് ഒറ്റയടിക്കായിട്ട് പോയതാണ്. ബഡ്ജറ്റ് നമുക്ക് അവിടെ താഴെ താഴെ. ഓക്കെ, 2012 മോഡൽ. 2012 മോഡൽ AC ആണ്. സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസ് ആണ് വരുന്നത്. ഏതാ MPFI അല്ലേ? MPFI 2012 MPFI AC അല്ലേ? ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്ക് 1.20 കൊടുക്കാം. 1.20. 2012 800 ലാസ്റ്റ് 1.20 അല്ലേ? എത്ര ലോൺ കയറും? ഇതിന് ലോണ് പ്രയാസാണ്. റെഡി ക്യാഷിന്റെ മോഹവല്ലാണ്. ഓക്കെ ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഒരു ഡിസയർ വരുന്നുണ്ട്. ഡിസയർ ഏതാ മോഡൽ? 2013 മോഡല്. 2013. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1.30. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി. 1.30 ഡീസൽ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്കിത് 3.40 ഫൈനലിന് കൊടുക്കാം. 3.40 ഫൈനൽ. ലോൺ കയറോ? 3 രൂപ ലോൺ. 3 രൂപ വരെ ലോൺ കയറും. ഇനി ഒരു ഇനോവ നോക്കാലോ. ഇനോവ ഏതാ മോഡൽ വരുന്നത്? 2012 രജിസ്ട്രേഷൻ വണ്ടി. 2012 റീ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് 4th. കിലോമീറ്ററോ? G4 ആണ്. 2.20. 2.20. ഹിസ്റ്ററി ഉണ്ടോ? എടുത്തിട്ടില്ല. രജിസ്ട്രേഷൻ വണ്ടിയല്ലേ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസും വേറെ ഏതോ ഒരു സൈഡത്തെ ഗ്ലാസും മാറിയിരുന്നു. ഓക്കെ, മെയിൻ ഗ്ലാസ് ഏതാ? ഡോറിന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡോർ മാറിയിട്ടില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? G4 അല്ലേ? G4 ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്. ഇത് നല്ല ഭാഗം ഇന്നത്തെ മാർക്കറ്റ് 6.5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. ഏത്? 2012. ചെറിയൊരു നെഗോഷ്യബിൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, 2012 ഇനോവ G4 വെറും 6.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എത്ര ലോൺ കയറും? ഒരു 50,000 രൂപ വണ്ടി ഇവിടെ തുറക്കല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ ഇനോവ ഏതാ മോഡൽ വരുന്നത്? ഇത് 2012-13 രജിസ്ട്രേഷൻ. 12-13 രജിസ്ട്രേഷൻ. അലൈവിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള്. അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ടയോട്ടന്റെ അലൈവിൽ തന്നെ ചെയ്തത്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത് 13 രജിസ്ട്രേഷൻ ഉണ്ട്. ഓണർഷിപ്പ് 4ആണ്. 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? ഇതും റീ രജിസ്ട്രേഷൻ. ഇതും 2.10 2.20 ലെവലിലൂടെ ആണ്. ഓക്കെ, ഹിസ്റ്ററി നോക്കണ്ടല്ലേ? അറിയില്ല. ഓക്കെ, റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്ക് 6.85 കൊടുക്കാം. 6.85. 2012-2013 രജിസ്ട്രേഷന് ഇനോവ G4 ആണ് വരുന്നത്. 6.85 ആണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എത്ര ലോൺ കയറും? ഇതുപോലെ ഈ പറഞ്ഞ ലോണൊക്കെ ഇതുപോലെ കയറുള്ളൂ. ഒരു 19,000 രൂപയുടെ വണ്ടി ഇവിടെ നടക്കല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് കാണിക്കാനുള്ള മാരുതിന്റെ ബലോൺ ആണ് വരുന്നത്. ഇത് ഏതാ മോഡൽ വരുന്നത്? ബലോനോ ഓട്ടോമാറ്റിക് ആണല്ലോ വരുന്നത്. ഡീസൽ അല്ല, പെട്രോൾ അല്ലേ? പെട്രോൾ ആണ് വരുന്നത്. 2017 മോഡൽ. 2017. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഇതില് 1.40 ഓടിയിട്ടുണ്ട്. ഇതിൽ കാണുന്നത് ജെന്യൂൻ അല്ല. ലോൺ കിട്ടാൻ വേണ്ടി ചെറിയ മൈനസ് ചെയ്തിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 5.60 കൊടുക്കാം. 2017 ഓട്ടോമാറ്റിക് മാരുതിന്റെ ബലോന. 2017 ഓട്ടോമാറ്റിക് ബലോന 5.60 ആണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കല്ലേ? ഒരു 19,000 രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഇനി ഒരു ആൾട്ടോ 800 ചെറിയൊരു വണ്ടി. 2018 2018. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80 സംതിങ് കിലോമീറ്റർ. 80 സംതിങ് അല്ലേ? 88 തോന്നുന്നത്. ഓക്കെ. റീപ്ലേസ്മെന്റ് മെമ്മറിയിൽ കിട്ടില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി, കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണ്. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 18 മോഡൽ. 2018 ആൾട്ടോ 800. നല്ല പൈസ ഞാൻ പറയുള്ളൂ. ചെറിയൊരു നെഗോഷ്യബിൾ, വലിയ നെഗോഷ്യബിൾ പ്രതീക്ഷിക്കരുത്. അത്ര അടുപ്പിച്ചാ ഞാൻ വില പറയുന്നത്. നമുക്ക് 2.45 കൊടുക്കാം. 2.45. 2018 ആൾട്ടോ 800 2.45 കൊടുക്കാം. ഇതേതാ മോഡൽ? 2021. 2021. ഓണർഷിപ്പ് സിംഗിൾ. ഇനിയിപ്പോ സെക്കൻഡ് അതിന്റെ പേരിലേക്ക് മാറുന്നുണ്ട്. പണം കൊടുത്ത്. കിലോമീറ്ററോ? കിലോമീറ്റർ 51,000 കിലോമീറ്റർ. 51,000. ഒന്നുമില്ല. സർവീസ്. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്കൊരു 3.35 കൊടുക്കാം. 3,35,000. 2021 ആൾട്ടോ 800 3.35 ആണ് ചോദിക്കുന്നത്. അത്യാവശ്യം ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ടയർ വരുന്നുണ്ട് അല്ലേ? അപകടം കാര്യങ്ങളൊന്നുമില്ല. കത്തുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു ഇയോൺ ആണ് വരുന്നത്. ഇയോൺ ഏതാ മോഡൽ? 2018. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 26,000 കിലോമീറ്റർ. വെറും 26,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ബാക്കിലെ ഒരു ഡോർ മാറിയിട്ടുണ്ട്. ബാക്കിലത്തെ ഒരു ഡോർ ആക്സിഡന്റ് അല്ല, സ്ക്രാച്ച് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആകുമ്പോൾ കമ്പനിയിൽ നിന്ന് മാറി. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. എങ്ങനെ പ്രൈസ് വരുന്നത്?
ഇത് നമുക്കൊരു 2,65 കൊടുക്കാം. 2,65,000. 2018 ഇയോൺ ഇറ പ്ലസ് വെറും 25,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി 2,65 ചോദിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് ഗ്ലാൻസ. ടൊയോട്ടന്റെ ഗ്ലാൻസ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2019 2019 ജി ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 51,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഓട്ടോമാറ്റിക് ആട്ടത്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതേമാതിരി അതേമാതിരി ബാക്കത്തെ ഗ്ലാസ് മാറി. ഡോർ മാത്രം മാറിയിട്ടുണ്ടല്ലേ? അത്യാവശ്യം ടയർ ഹിസ്റ്ററിയിലുള്ളതാട്ടോ. ആക്സിഡന്റ് അല്ല, സ്ക്രാച്ച് ആയപ്പോൾ അതേമാതിരി ബമ്പർ ഇൻഷുറൻസിന് വന്നപ്പോൾ മാറിയതാണ്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് ഒരു 7,35 കൊടുക്കാം. 7,35,000. മാക്സിമം ലോൺ കയറുമോ? €7 എന്തായാലും കയറണ്ടേ? ഒരു 35,000 വണ്ടി വരുന്ന സുഖമായിട്ട് ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ വന്നത് ടാറ്റ. ആയിക്കോട്ടെ, ഞാൻ ആരാധന. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടാറ്റന്റെ മെൻസ് ആണ് വരുന്നത്. ഏതാ മോഡൽ? 2012. സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 85,000 കിലോമീറ്റർ. ഒരു 85,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് ഒരു 1,70,000 കൊടുക്കാം. 1,70,000. അത്ര കണ്ടീഷനാണ് വണ്ടി ഇട്ടത്. ഓക്കെ, എത്ര ലോൺ കയറും? ₹1. ഒരു 70,000 സുഖമായിട്ട് വണ്ടി എടുക്കാം അല്ലേ? ഒരു അത്യാവശ്യം ടയർ, ഒരു ഏവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഉണ്ടായിട്ട് ഒരു i20 വരുന്നുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? പെട്രോൾ സ്പോർട്സ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2015. ഓണർഷിപ്പോ? സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,30. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു, ജെനുവിൻ ആണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ഇന്ത്യയിലാണ് വരുന്നത്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? 34,35 കൊടുക്കാം. 4,35. ലാസ്റ്റ് ആണോ? ഫൈനൽ ആണോ? ചെറിയ നെഗോഷ്യബിൾ, ചെറിയ രീതിയിൽ നമ്മൾ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ കയറും? 3,500 4,000 ഇടയിൽ കയറും. 3,500 ഇടയിൽ എന്തായാലും കയറും അല്ലേ? അപ്പൊ എന്തായാലും ഒരു 1 lakh ഉണ്ടെങ്കിൽ, ഒരു 1 lakh പക്ഷെ നമ്മൾ അങ്ങനെ പറയണം. പിന്നെ ആൾക്കാരെ ഈ സിവിലും ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കി എന്തായാലും ഒരു 1 lakh ഉണ്ടെങ്കിൽ ഒരു i20 പെട്രോൾ ഇവിടുന്ന് സുഖമായിട്ട് കൊണ്ട് നടക്കാം. ഓക്കെ, ഈ ലാസ്റ്റ് നോക്കാൻ പോകുന്നതാണ് നിസാന്റെ സണ്ണിക്കുട്ടൻ. ലാസ്റ്റ് അല്ല, താഴത്തുണ്ടല്ലേ ആ ബഡ്ജറ്റ് കാറുകളൊക്കെ പുതിയ ആട് താഴത്തേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. KUV അണ്ടറും വരുന്നുണ്ടല്ലേ? ഓക്കെ, നിസാൻ സണ്ണിക്കുട്ടി എങ്ങനെ ഡീറ്റെയിൽസ്? എക്സൽ ആണ് വരുന്നത്. ഫ്രീ ആണോ അല്ല കേരള ആണോ? കേരള സെക്കൻഡ് ഓണർ. ഓക്കെ, ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ടൈപ്പ് അല്ലേ വരുന്നത്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ 1,8. ഏതാ മോഡൽ പറഞ്ഞത്? 2013 മോഡൽ ഡിസംബർ വണ്ടി. 2013 ഡിസംബർ ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്ത്യയിലാണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു 3,30 കൊടുക്കാം. 3,30 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിൾ കൊടുക്കാം. വലിയ നെഗോഷ്യബിൾ പ്രതീക്ഷിക്കുക ചെയ്ത് അത്രയും ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? മാക്സിമം ലോൺ കയറും? ഒരു 2,200 വരെ കയറും. 2,200 വരെ. അതൊരു 1 lakh വണ്ടി വേണം സുഖമായിട്ട്. ഓക്കെ, ഇനി KUV ഉണ്ട്. മഹീന്ദ്രന്റെ KUV ഉണ്ട്. ഒരു 5 സീറ്റർ അല്ലേ? K4 ആണ് വരുന്നത്. ഏതാ മോഡൽ? 2019. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,12 ആയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ജെനുവിൻ ഏക്കാരത് എടുത്തിട്ടില്ല. ഓക്കെ, 2019 മോഡല് KUV ആണ് വരുന്നത്. KUV അണ്ടർ ആണ് വരുന്നത്. K4 അല്ലേ വരുന്നത്? K4. ഇത് 3 സിലിണ്ടർ വണ്ടിയാണ്. 10-25 മൈലേജ് ഇട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ? എന്തായാലും കിട്ടും. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു 3,60 കൊടുക്കാം. 3,60,000. എത്ര ലോൺ കയറും? ₹3 എന്തായാലും കയറും. ഓക്കെ, ഇനി ഒരു ബഡ്ജറ്റ് കാറുകളല്ലേ? ഇനി താഴത്ത് ഫുള്ള് ബഡ്ജറ്റ് കാറുകളാണ്. നമ്മൾ അങ്ങോട്ട് പോയേക്കാം. എന്താ ചിലപ്പോ വെക്കേഷൻ വരികയാണ്. ഏതൊരാൾക്കും പഠിക്കാനും ഏതാണ് മറ്റേ ഇത് വരുന്നത്? MPFI ആണോ? അല്ല, MPFI കാർബേറ്റർ ആണ്. 99 മോഡലാണ് വരുന്നത്. ഓക്കെ, കാർബേറ്റർ മോഡല് ഏതാ മോഡല്? 99 മോഡൽ. 99 മോഡൽ. 11 മാസം വരെ പേപ്പർ ഉണ്ട്. ഏത് മാസം? ഈ കൊല്ലം 11 മാസം വരെ പേപ്പർ ഉള്ള വണ്ടി. ഇൻഷുറൻസ് ഉണ്ട്. ആ 11 മാസം വരെയുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ എന്താ പാട്? പുതിയ ടയറൊക്കെ വരുന്നുണ്ട്. വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ പക്ക 100%. അപ്പൊ 99 മോഡൽ നിങ്ങൾ തരാൻ പോകുന്നത് നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാം? ₹35 കൊടുക്കാം. ₹35. ഇനി എന്താ പറയാണ്ടോ?
വേണ്ട ഒരു 33 കൊടുക്കാം. 33 റുപ്യക്ക് 99 മോഡൽ 800 പഠിക്കാൻ പോകുന്ന ആൾക്കാണെങ്കിൽ 33,000 റുപ്യക്ക് ഒരു 800 കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി ഏതാ മോഡൽ വരുന്നത്? 14 റീ രജിസ്ട്രേഷൻ 2014 റീ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്, കമ്പനി സർവീസ്. ഇവിടെയും കമ്പനി സർവീസ്, അവിടെയും കമ്പനി സർവീസ്. അപ്പൊ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്തായാലും ഓ ജെന്യൂൻ ആണ്. കിലോമീറ്റർ എത്ര? 128. 128. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം ജെന്യൂൻ. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് വെൽപ്പാത്ത് കൊടുക്കുന്നത് ഒരു 4.5 റുപ്യ കൊടുക്കാം. 4 റുപ്യക്ക് 2014 ഹോണ്ട സിറ്റി 4 ലക്ഷം രൂപ ഡീസൽ ആണ് മിഡിൽ ഓപ്ഷൻ വരുന്നത്. 20-22 മൈലേജ് എന്തായാലും കിട്ടും. എത്ര വരെ ലോൺ കയറും? 4 റുപ്യ എന്തായാലും ലോൺ കയറും. 4 റുപ്യ എന്തായാലും ലോൺ കയറും. ഓക്കെ. യൂസ് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഏതാണ്? ആൾട്ടോ കേട്ടൻ. കേട്ടൻ ഏതാ മോഡൽ? 2012 മോഡൽ 13 രജിസ്ട്രേഷൻ. 13 രജിസ്ട്രേഷൻ. LXi ആണ് വരുന്നത്. ഇത് ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80 സംതിങ് 88,000. ജെന്യൂൻ ആട്ടോ. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 1.65 കൊടുക്കാം. 1.65 കൊടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് VDI മോഡൽ ഡീസൽ ആണ് വരുന്നത്. കേരളത്തിൽ മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 4-ാമത്തോ 5-ാമത്തോ ഇപ്പൊ എന്റെ പേരിലാണ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ 1.20 അതിലുള്ള ഹിസ്റ്ററി എടുത്തിട്ടില്ല. എത്ര കൊടുക്കാം? മറ്റു കാര്യങ്ങളൊക്കെ മാറി വണ്ടി. ഓക്കെ. പേപ്പർ എത്ര വരെ ഉണ്ട്? 27 2027 വരെ പേപ്പറും കാര്യങ്ങളും ഉണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? പുതിയ ഇൻഷുറൻസ് ഇപ്പൊ ഓൾറെഡി ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 60 റുപ്യ കൊടുക്കാം. 1.60. 1.60 എന്താ പറയോ? 55 കൊടുക്കാം. ലാസ്റ്റ് 1.55 2027 വരെയുള്ള പേപ്പറുള്ള സ്വിഫ്റ്റ് ലാസ്റ്റ് 1.55 റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഈ ഓമനിയോ? ഒമിനി 2014 മോഡൽ. 2014 ഒമിനി അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 2014 ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡോ മൂന്നോ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80 സംതിങ്. 5 സീറ്റർ. ഇത് 5 സീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? മെയിൻ ക്ലാസ് ഇല്ല കേട്ടോ. മെയിൻ ക്ലാസ് ഇല്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഇല്ല കേട്ടോ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 2014 വണ്ടി ലാസ്റ്റ് 1.5 റുപ്യ കൊടുക്കാം. 1.5 റുപ്യ കൊടുക്കാം. 2014 ഓമനി ലാസ്റ്റ് 1.5 ലക്ഷം രൂപ. ഓക്കെ. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ. 2012-13 രജിസ്ട്രേഷൻ. 8 സീറ്റർ ആട്ടോ. 8 സീറ്റർ ആണ് വരുന്നത്. MPF ആണ്. ഗ്യാസ് തൊട്ടിട്ടില്ല ഗ്യാസ്. ഗ്യാസ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഇത് ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80 സംതിങ് ആണ്. 80 സംതിങ്. റീപ്ലേസ്മെന്റ് നോക്കിയാൽ കാണും. എങ്ങനെ? കിലോമീറ്ററിൽ നോക്കിയാൽ കാണും. 91,000 കിലോമീറ്റർ. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 1.40 കൊടുക്കാം. 1.40 കൊടുക്കാം അല്ലേ? 8 സീറ്റ് ആട്ടോ. 8 സീറ്റർ വരുന്ന ഓമനി 1.40 ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? സാൻഡ്രോ സിംഗ് ആണ്. സാൻഡ്രോ സിംഗ് ഏതാ മോഡൽ വരുന്നത്? 2011 മോഡൽ. 2ാമത്തെ RC ഓണർ. 60 സംതിങ് ഓട്ടം. പിന്നെ 3ാമത്തെ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 66,000. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 1.40 കൊടുക്കാം. 1.35 കൊടുക്കാം. ഫൈനൽ 1.35. 2011 സാൻഡ്രോ ലാസ്റ്റ് 1.35 കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോണ ഏതാണ്? ഇത് i10 ഗ്രാൻഡ്. 2013 മോഡൽ. 2013. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30-1.40 ആയിട്ടുണ്ട്. 1.30-1.40 അല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന? ബട്ടൺ സ്റ്റാർട്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് ഡീസൽ ആട്ടോ വണ്ടി. ഇത് ഡീസൽ. പിന്നെ നമുക്ക് 2.85 കൊടുക്കാം. 2.80. പ്രൈസ് 2.85. എത്ര ലോൺ കയറും? 2.5 എന്തായാലും ഗ്യാരണ്ടി. ഓക്കെ. ഒരു 50,000-60,000 രൂപ വണ്ടി വേണം സുഖമായിട്ട് വേണം. i10 ഗ്രാൻഡ് സ്പോർട്സ് ബട്ടർ സ്റ്റാർട്ട്. ഓക്കെ. ഇതോ? ഇത് i10 ഗ്രാൻഡ് സ്പോർട്സ് പെട്രോൾ ആണ്. പെട്രോൾ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡൽ. 2013. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഇത് 1.30-1.40 ആയിട്ട്. ഇത് ലോൺ കിട്ടാൻ വേണ്ടി ചെറിയ തിരിമറി ചെയ്തിട്ടുണ്ട്. ഓക്കെ. തിരിമറി ചെയ്തിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ശരി. കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണ്. പ്രൈസ് ആണ് വരുന്നത്? ഇതും ആ വിലക്ക് കൊടുക്കാം നമുക്ക്. 2.80 കൊടുക്കാം. 2.80 കൊടുക്കാം. മാക്സിമം ലോണും കയറൂലേ? മാക്സിമം ലോൺ. ഓക്കെ. ഇനി നമുക്ക് മോളോട് പോകുമ്പോൾ ഒരു ജീപ്പ് കിടക്കുന്നുണ്ടല്ലേ? അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ജീപ്പ് കൊടുക്കാനുള്ളത് KL7 എറണാകുളം രജിസ്ട്രേഷൻ. ഏതാ മോഡൽ വരുന്നത്? 97 മോഡൽ. 97 മോഡൽ. പവർ സ്റ്റാറിംഗ് കയറ്റിയാണ്. 5 ഗിയറും കയറ്റിയാണ്. DI എഞ്ചിൻ ആണ്. DI എഞ്ചിൻ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്?
പിന്നെ ഓണർഷിപ്പ് 3-4 കേൾക്കാറ്. ഓണർഷിപ്പും കിലോമീറ്റർ ഒന്നും ചോദിക്കുന്നതല്ല. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റൂ? ഒരു 1.80 കൊടുക്കാം. 1.80. അതെ. 95 മോഡൽ അല്ലേ? 97 മോഡൽ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എത്ര വരെ പേപ്പർ ഉണ്ട്? 2027 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 26 ലാസ്റ്റ് വരെ. ഓക്കെ. ലോൺ കയറോ? ഇല്ല. റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ അത്രക്കും നല്ലതല്ലേ? അതെ. അപ്പൊ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു. ഏകദേശം ഒരു 15-20 വണ്ടി കാണിച്ചല്ലേ? അപ്പൊ നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് കുഴിമണ്ണ, മലപ്പുറം ഡിസ്ട്രിക്റ്റില് കൊണ്ടോട്ടി കീശ്ശേരി. കൊണ്ടോട്ടി കീശ്ശേരി മൊറയൂർ റോഡില്. കീശ്ശേരി അങ്ങോട്ട് ടൗണിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ. പുതിയോടത്ത് യൂസുഫ് കാറിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂസുഫ് ഖാന്റെ വക എന്തായാലും പ്രൈസ് നിങ്ങൾ നോക്കണ്ട. മാക്സിമം എന്തായാലും റേറ്റും കാര്യങ്ങളും ലോകം പുതുക്കി പോവാ. പ്രവാസിയാണ്, സംസാരപ്രിയനാണ്, എല്ലാവർക്കും വരാം. അത് സംസാരിച്ചൊക്കെ പോവാൻ നമുക്ക്. എന്തായാലും കസ്റ്റമർ ഉണ്ട്. അൽഹംദുലില്ലാ. അതായത് കേട്ടാൽ മതിയല്ലോ. കാരണം എന്തായാലും മാക്സിമം ബഡ്ജറ്റ് ലെവൽ അല്ലേ? പ്രവാസി ആയതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ഓഫർ ഉണ്ട്. ഓഫർ നമ്മളെ റേറ്റ് ഓഫർ അല്ലേ? ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ നമ്മൾ പറയണ്ടല്ലോ. അപ്പൊ എന്തായാലും ആരും മിസ്സാക്കണ്ട. യൂസുഫ് ഖാന്റെ നമ്പർ അടിയിലുണ്ട്. വേഗം വിളിച്ചോളൂ. ഏതോ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. തൽക്കാലം ഒരു ബൈ.